ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, വെണ്ടക്ക മപ്പാസ്. അപ്പോൾ വെണ്ടക്ക മപ്പാസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് വെണ്ടക്ക, ഒരു 10-15 വെണ്ടക്ക, പിഞ്ച് വെണ്ടക്ക, കറിവേപ്പില, കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കഷ്ണം, ഒരു തക്കാളി, ഒരു സവാള. പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി. ഇപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ. വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ആദ്യം ഈ വെണ്ടക്കായൊക്കെ ഒരു 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതുപോലെ ഉള്ളി അരിയണം, വെളുത്തുള്ളി അരിയണം, സവാള അരിയണം, ഇഞ്ചി, പച്ചമുളക്, ടൊമാറ്റോ എല്ലാം അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രൊസീഡിയറിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അരിയേണ്ടതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടക്ക, സവാള, തക്കാളി, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അതുകൂടാതെ തന്നെ നമ്മൾ പാല്, ഇതിന് 1 കപ്പ് 1-ാം പാലും 1.5 കപ്പ് 2-ാം പാലും വേണം. അപ്പോൾ നമ്മൾ ആ പൊടിയാണ് ഉപയോഗിക്കണമെങ്കിൽ 3 ടീസ്പൂണാണ് 1 കപ്പിന്. ഈ 2-ാം പാൽ ഉണ്ടാക്കാനായിട്ട് 1 കപ്പിന് 1 ടീസ്പൂൺ. അപ്പോൾ 1.5 കപ്പ് 2-ാം പാലും 1 കപ്പ് 1-ാം പാലും വേണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊസീഡിയറിലോട്ട് കിടക്കാം. ആദ്യം ഈ വെണ്ടക്കായ എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞ് ഈ വെണ്ടക്ക ചൂടായി കഴിഞ്ഞ് വെണ്ടക്ക എണ്ണയിലോട്ട് ഇടുക, സിമ്മിലിടുക, ചിക്കി വറുത്തെടുക്കും. ഇങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ട് നമ്മുടെ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി കിട്ടും. ഇത് വെന്ത് അളിഞ്ഞു പോകാതിരിക്കും. അത് മൂടി വെച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് കൂടുമ്പോൾ ഒന്ന് പൊക്കി ഇളക്കി കൊടുക്കണം. പിന്നെ മൂടി വെക്കുക. ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരണം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അടുത്ത പ്രൊസീജിയർ. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ എണ്ണയിലോട്ട് ആദ്യം വെളുത്തുള്ളി, പച്ചമുളക്, സമയത്തൊക്കെ നമ്മൾ ഒരു സിമ്മിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലൊന്നും ഇടയില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇച്ചിരി ഒന്ന് മൂടി വെക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിത് ചാറ് കറി ആയതുകൊണ്ട് ബാക്കി ഉപ്പൊക്കെ നമുക്ക് അവസാനം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പിടും. അപ്പോൾ അതിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ തക്കാളി അരിഞ്ഞു വെച്ച ഇടുക. തക്കാളി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കഴിക്കും. തക്കാളി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടികളാണ് ഇടുന്നത്. പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരിച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുക. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ പൊടികൾ ഇടണം. സിമ്മിലായിരിക്കണം പൊടികൾ ഇടാൻ പോകുക. പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആ വെണ്ടക്കായ. ഇത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിലാണ്. ഇനി ആ പാലൊഴിക്കാനായിട്ട് പോകും. അപ്പോൾ ആദ്യം 2-ാം പാലാണ് ഒഴിക്കുന്നത്. 2-ാം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കും. എന്നിട്ടൊന്ന് മൂടി വെക്കും. നല്ലപോലെ തിളക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുഴപ്പമില്ല, ഉപ്പും
തക്കാളിയുടെ ചെറിയ പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ വേറൊരു കടായി എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. അപ്പോൾ ഇനി മെയിനായിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട്ട് തിളപ്പിക്കരുത്, അപ്പോൾ തന്നെ തീ കെടുത്തണം. എന്നിട്ട് അപ്പോൾ ആദ്യം ഈ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ മറ്റേത് ഞാൻ വേറൊരു അടുപ്പിലോട്ട് നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കുക, ഇച്ചിരി കുരുമുളക് പൊടി ഇടുക, തീ കെടുത്തുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ വഴറ്റിയ ഉള്ളി നമ്മളിതൊന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറക്കാവുള്ളൂ. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക മപ്പാസ് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ, പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.